ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ ഫാമിൽ ശാസ്ത്രീയമായ മത്സ്യകൃഷി പിന്തുടരുന്നില്ലെന്ന് പരാതി. ഇതിനെ തുടർന്ന് ഫാമിന്റെ വരുമാനത്തിലും കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വനാമി ചെമ്മീൻ കൃഷി നിർദ്ദിഷ്ട സമയത്തിനു മുൻപേ വിളവെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പൊയ്യ മാള മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഫാമാണ് അഡാക്ക്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യകൃഷി കേന്ദ്രം ഇപ്പോൾ വർഷം തോറും നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഗൗരവകരമായ അവസ്ഥയിലാണ്. വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തിയ വനാമി ചെമ്മീൻ കൃഷി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുരുതരമായ പരാജയത്തിലേക്കാണ് വഴുതി വീണിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. മാതൃകയായി നിൽക്കേണ്ട സർക്കാർ ഫാം തന്നെ കൃഷി നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ അതിനെ ആശ്രയിച്ചുള്ള സ്വകാര്യ കർഷകർ ആശങ്കയിലാണ്. സീഡിന്റെ ഗുണനിലവാരം, തീറ്റയുടെ നിലവാരം, പരിശീലനം നേടിയ ടെക്നീഷ്യന്മാരുടെ അഭാവം, ശാസ്ത്രീയ മേൽനോട്ടത്തിലെ വീഴ്ച ഇവയെല്ലാം ചേർന്നാണ് അഡാക്ക് ഫാമിന്റെ പരാജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഫാമിലെ കൃഷി നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് വിളവെടുത്തുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വരുമാന ഇടിവിന് ഇത് പ്രധാന കാരണമായതാണെന്ന് കർഷകർ പറയുന്നു. ഫാമിന്റെ വരവും ചെലവും നോക്കുമ്പോൾ അവസ്ഥയുടെ ഗുരുത്വം കൂടുതൽ വ്യക്തമാകുന്നു. വർഷം തോറും ചെലവുയരുമ്പോൾ വരുമാനം ഇടിഞ്ഞു വീഴുകയാണ്. ഈ അവസ്ഥ ഒരു സാധാരണ കൃഷി പരാജയമല്ല, ഒരു സമ്പൂർണ്ണ മേഖലയെ തന്നെ അപകടത്തിലാക്കുന്ന സൂചനയാണെന്ന് വിദഗ്ധരും കർഷകരും മുന്നറിയിപ്പ് നൽകുന്നു. അവസ്ഥ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ഫാമിന്റെ പ്രവർത്തനം ശാസ്ത്രീയമായി വിലയിരുത്താനും സീഡ് തീറ്റ ഗുണനിലവാരം ശക്തമായി നിയന്ത്രിക്കാനും സാങ്കേതിക മേൽനോട്ടം പുതുക്കാനും ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട് കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. പ്രസ്തുത വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് സംസ്ഥാന ഫിഷറീസ് മന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. അഡാക്ക് ഫാമിലെ പരാജയം ഇനിയൊരു സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല, ഒരു പ്രദേശത്തിന്റെ കൃഷിയുടെയും തൊഴിലിന്റെയും ഭാവി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം, മാള.